ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നല്ലൊരു തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഉള്ളിത്തണ്ട് കൊണ്ട് നല്ലൊരു തോരനാണ് വെക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതിനായി ഞാനിവിടെ ഇതുപോലെ ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് തണുപ്പ് സീസണിൽ അധികം ധാരാളമായി ലഭിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിയാറായി, ചൂടായി തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ വരുന്നത്. ഏതായാലും ഞാനിവിടെ കുറച്ച് ഉള്ളിത്തണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പഴുത്ത തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ടെടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. നിങ്ങളിതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ അഭിപ്രായം കൂടി അറിയിക്കുക. ഞാനിതിവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഉള്ളി ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കുന്നു. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഉള്ളി വേറെ ആയിട്ട് കൊത്തി അരിയാം. പിന്നെ അതിൻ്റെ തണ്ടും ഇലയെല്ലാം വേറെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അറിയാമായിരിക്കും എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെ വെക്കാനെങ്കിലും ചിലർ ചെയ്തിട്ടില്ലായിരിക്കാം, ചിലർ ഇതുപോലെ കണ്ടിട്ടില്ലായിരിക്കാം ഉള്ളിത്തണ്ടൊക്കെ. ചില സ്ഥലങ്ങളിൽ ഉള്ളിത്തണ്ടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ചില സ്ഥലങ്ങളെ പറ്റിയാണ്. പിന്നെ നോർത്ത് ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടില്ല. നോർത്ത് ഇന്ത്യക്കാർക്ക് ആവശ്യത്തിന് കിട്ടും. പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് ഇഷ്ടം പോലെ കിട്ടും. ഈ തണുപ്പ് സമയമാകുമ്പോൾ ഉള്ളി കൃഷി ചെയ്യുന്ന നിങ്ങളുടെ പല ഏരിയകളുമുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് തണ്ട് എടുത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൃഷിക്കാർ അവർ വീടുകളിൽ രാവിലെ കൊണ്ടുവരും. ഞാനിത് രാവിലെ കൊണ്ടുവന്ന ഒരാളോട് വാങ്ങിച്ചതാണ്. അവരുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് അവർ പറിച്ചു കൊണ്ടുവന്നാണ്. തണ്ട് പ്രത്യേകിച്ച് കിട്ടും, വേറെ കിട്ടും, അല്ലാതെ ഉള്ളിയോട് ചേർത്ത് തന്നെ കിട്ടും. അങ്ങനെ രണ്ട് രീതിയിൽ ഇത് ലഭിക്കും. ഇത് രാവിലെ കൊണ്ടുവന്ന ഒരാൾ എനിക്ക് തന്നാണ്. ഇത് 20 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച 1/2 കിലോ. അത് ഇതൊന്ന് ഞാനിവിടെ ഉള്ളി വേറെ അരിഞ്ഞ് അതിൻ്റെ തണ്ടും ഇലയും വേറെയാണ് അരിഞ്ഞത്. അങ്ങനെ വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉള്ളിക്ക് വേവ് കൂടുതൽ, തണ്ട് എൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് അരിഞ്ഞെടുത്തത്. അതിനുശേഷം പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം പിന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ തോരൻ വെക്കുന്ന പോലൊക്കെ തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. തോരൻ വെക്കുമ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ പ്രയോജനമായിക്കോട്ടെ എന്നേ ഉള്ളൂ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ഉള്ളി ആദ്യം ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആദ്യം ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം മാത്രം അതിൻ്റെ ഇലയും തണ്ടും കൂടെ ചേർത്താൽ മതി. ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല എന്ന് പറയുന്നത് നമ്മൾ തോരനെടുക്കുന്ന മസാല തന്നെയാണ്. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ മഞ്ഞളും കൂടി ചേർത്ത് ചതച്ച് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഞാൻ ഇല ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലയും തണ്ടും കൂടി അരിഞ്ഞ് വെച്ചത് അതോട് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഞാൻ നേരത്തെ മസാല തയ്യാറാക്കി വെച്ചിരുന്നു. തേങ്ങ അരക്കിയല്ല ചതച്ചത്, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് ചതച്ചതാണ്. അതുകൂടി ഇനി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് വെന്ത് പോകും. അതുപോലെ തന്നെ വെള്ളം പിടിച്ചു പോകും. ഓൾറെഡി അതിനകത്ത് വെള്ളം ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇത് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ, ചൂട് ചപ്പാത്തി ഇതും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതോടൊപ്പം അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ നമ്മൾക്ക് ഉള്ളി കിട്ടാത്തവരാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഉള്ളി വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിൽ നിന്ന് ചെറിയ ഉള്ളി എടുത്ത് നമുക്ക് തോരൻ ആവശ്യമായ ഉള്ളി നട്ടാൽ അത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കിളിച്ച് വരും. ആ ഇലയെടുത്ത് തോരൻ വെക്കാൻ പറ്റും. കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക.